ഹരി ഓം. എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നമസ്കാരം. ഏവർക്കും ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് സ്വാഗതം. അറിവ് സംസ്കൃതിയുടെ നിറവ്. പാർത്ഥനോട് കർമ്മയോഗത്തെ അനുഷ്ഠിക്കാൻ ഉപദേശിച്ച ഭഗവാൻ കർമ്മസന്യാസിയുടെ ലക്ഷണങ്ങൾ വിശദമാക്കുന്നു. കർമ്മസന്യാസ യോഗത്തിലെ 3-ാമത്തെ ശ്ലോകം ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ജ്ഞേയ സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. കേരളവ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അറിക, ഇച്ഛാദ്വേഷഹീനൻ നിത്യസന്യാസി എന്നു നീ, നിർദ്വന്ദ്വൻ സുഖമായി ബന്ധം വിട്ടുപോരും മഹാഭുജ. ജ്ഞേയസ്സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. അറിയിച്ചാദ്വേഷഹീനൻ നിത്യസന്യാസി എന്നു നീ, നിർദ്വന്ദ്വൻ സുഖമായി ബന്ധം വിട്ടുപോരും മഹാഭുജ. മഹാബാഹോ, യാതൊരുവൻ ദ്വേഷിക്കുകയോ കാക്ഷിക്കുകയോ ചെയ്യുന്നില്ലയോ അവൻ നിത്യസന്യാസിയാണെന്നറിയുക. എന്തെന്നാൽ ദ്വന്ദ്ങ്ങൾക്ക് അതീതനായവൻ കർമ്മബന്ധത്തിൽ നിന്നും വളരെ വേഗം മുക്തി പ്രാപിക്കുന്നു. ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയാലുള്ള കർമ്മം ബന്ധം സൃഷ്ടിച്ച് ജന്മത്തിലേക്കും അതുപോലെ തന്നെ ബന്ധം ഇല്ലാതാക്കി മുക്തിയിലേക്കും നയിക്കുമെന്ന് നമുക്ക് അറിവുള്ളതാണ്. കർമ്മം ബന്ധനത്തിലാക്കണമോ അതോ മോചനത്തിലേക്ക് നയിക്കണമോ എന്ന് തീരുമാനിക്കാൻ കർമാധികാരിക്ക് അവകാശവുമുണ്ട്. കർമ്മമല്ല, കർമ്മത്തിലുള്ള ബന്ധമാണല്ലോ ജന്മകാരണമാകുന്നത്. ബന്ധം സൃഷ്ടിക്കാതെയുള്ള എല്ലാ സ്വധർമ്മ കർമ്മങ്ങളും കർമ്മസന്യാസം തന്നെയാണ്. ജീവിതത്തിൽ കർത്തവ്യ കർമ്മ നിർവഹണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വീണ്ടും ബന്ധം സൃഷ്ടിക്കാതെ കർമ്മം പൂർത്തിയാക്കിയാൽ കർമ്മം ബന്ധകാരണമാകുന്നില്ല. കഴിഞ്ഞ അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 17-ാം ശ്ലോകത്തിൽ കർമ്മം, വികർമ്മം, അകർമ്മം എന്നിങ്ങനെ കർമ്മത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. എന്തെന്നാൽ കർമ്മത്തിൻ്റെ ഗതി അതിനിഗൂഢമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കർമ്മയോഗിയെക്കുറിച്ച് വിശദമാക്കിയ ഭഗവാനെ ഓർക്കുന്നുണ്ടാവുമല്ലോ. രാഗദ്വേഷങ്ങളും സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളും കർമാസക്തിയെയും അതിജീവിച്ചവൻ നിത്യസന്യാസിയാണെന്നാണ് ഇന്ന് ഭഗവാനിൽ നിന്നും നമ്മൾ ശ്രദ്ധിച്ചത്. അതായത് ഇഷ്ടാനിഷ്ടങ്ങൾ, സന്തോഷ സന്താപങ്ങൾ, കർമ്മഫലത്തിലുള്ള ആസക്തി എന്നിവയെല്ലാം ത്യജിച്ച് കർമ്മത്തിലേർപ്പെടുന്നവൻ കർമ്മസന്യാസി തന്നെയാണ്. വ്യക്തി താൽപ്പര്യത്തെ മുൻനിർത്തി ഇഷ്ടാനിഷ്ടങ്ങൾക്കും സുഖദുഃഖാദികൾക്കും പ്രാധാന്യം നൽകി കർമ്മത്തിലേർപ്പെടുമ്പോൾ കർമ്മത്തിൽ ആസക്തി വർദ്ധിച്ച് കർമ്മം വീണ്ടും ബന്ധനത്തിലാക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങനെയുള്ള കർമ്മത്തിൻ്റെ ഗതി ത്യാഗത്തിലേക്കല്ല, മറിച്ച് ഭോഗാസക്തി ജനിപ്പിച്ച് ദുഃഖത്തിലേക്ക് നമ്മെ നയിക്കുകയുള്ളൂ. ആസക്തി ഒട്ടുമില്ലാതെയുള്ള സ്വധർമ്മനിഷ്ഠയാണ് കർമ്മയോഗം. കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ കാമക്രോധാദികൾ അടങ്ങി മനസ്സ് പ്രസന്നമായി ജ്ഞാനത്തിലെത്തിച്ചേരുകയും ബ്രഹ്മത്തിൽ ഉറച്ചിരിക്കുകയും ചെയ്യും. ആ അവസ്ഥയിൽ കർമ്മത്തിലേർപ്പെട്ടാലും കർമ്മം ബന്ധകാരണമാകുന്നിൽ. അതായത് കർമ്മത്തിലേർപ്പെടുന്നതോ ഏർപ്പെടാതിരിക്കുന്നതോ അല്ല കർമ്മസന്യാസം. കർമ്മത്തിലേർപ്പെടുമ്പോഴും ഇഷ്ടാനിഷ്ടങ്ങളും മമതയും ആഗ്രഹവും വന്നുകൂടാതിരിക്കുന്നതാണ് കർമ്മസന്യാസത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. തൻ്റെ കർത്തവ്യ കർമ്മനിഷ്ഠയെ
ധർമ്മബോധത്തോടെ നിർവഹിക്കുമ്പോൾ കർമ്മബന്ധത്തിൽ പെട്ടുപോകാതെ ഇരിക്കുന്നവനാണ് കർമ്മത്യാഗിയായ സന്യാസി. കർമ്മത്തിലേർപ്പെടാത്തിടത്തോളം കാലം കർമ്മത്യാഗത്തിൻ്റെ സാഹചര്യം വന്നുകൂടുന്നില്ല എന്നതിനാൽ കർമ്മനിരതന്മാരായവർക്കല്ലേ കർമ്മത്തെ ത്യജിക്കേണ്ടി വരികയുള്ളൂ. ജ്ഞാനപ്രാപ്തി കൈവന്നാൽ കർമ്മമുക്തി കരഗതമായി എന്ന് ധരിക്കുകയേ അരുത്. ജ്ഞാനയോഗമായാലും കർമ്മയോഗമായാലും മനസ്സ് സാമ്യാവസ്ഥയെ പ്രാപിക്കുന്നുണ്ടോ എന്നതാണ് പ്രാധാന്യം. കാരണം കർമ്മത്തിൽ നിന്നുള്ള മുക്തി കർമ്മയോഗിക്കും ജ്ഞാനയോഗിക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ജ്ഞാനയോഗത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും ഫലം ഒന്നു തന്നെയെന്ന് വിശദമാക്കുന്ന ഭഗവാനെ അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നന്ദി, നമസ്കാരം. ഹരി ഓം.